ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പോത്തിൻകാല് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് തയ്യാറാക്കിയെടുത്താലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ സൂപ്പൊക്കെ കുടിക്കുന്നത് നല്ലതാണല്ലേ. നമ്മുടെ കൈമുട്ട് വേദനയും കാൽമുട്ട് വേദനയൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ് സൂപ്പ്. അപ്പോൾ നമുക്ക് ആദ്യമായി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത പോത്തിൻകാല് നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് കുക്കറിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും വേണ്ട, കുറച്ച് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ സൂപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുമാണ്. അതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഇതാ 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി അടുത്തത് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളുപ്പ് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഒരു 5-6 വിസിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രമേ അതിൻ്റെ ആ മജ്ജയൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഒരു 8 വിസിൽ നമുക്ക് കേൾപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ വേവിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചുകൊണ്ടെടുക്കണം. അപ്പോൾ നമ്മുടെ പോത്തിൻകാല് സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.